പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ 50യുടെ 4ാമത്തെ വീഡിയോ ആണ്. സൂപ്പർ 50 എന്ന സീരീസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള എക്സാമുകളിൽ വന്നിട്ടുള്ളതും വരാൻ ചാൻസ് ഉള്ളതുമായ എല്ലാ ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ സൂപ്പർ 50 എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ സീരീസിനകത്ത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഫയർമാൻ പരീക്ഷയ്ക്കകത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ സീരീസിൽ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇനി വരാം, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുമുള്ളതായ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത മോഡൽ നോക്കിക്കോ. മോഡൽ 50 15ാമത്തെ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡൽ 15 നോക്കാം. 2⁵ ഇൻറ്റു 2�9 2⁵ ഇൻറ്റു 2�9 ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ബേസും ഇത് പവറുമാണ്. താഴെയുള്ളത് ബേസും മുകളിൽ കൊടുത്തിരിക്കുന്നത് പവറുമാണ്. ഇവിടെ നോക്കിയേ, രണ്ടിടത്തും ബേസ് തുല്യമാണ് അല്ലേ, രണ്ടിടത്തും ബേസ് തുല്യമാണ്. അങ്ങനെ ബേസ് തുല്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n കേട്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും ഒരുപാട് കേട്ടിട്ടുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതുമായ ഒരു ഇക്വേഷനാണ് അല്ലേ. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n. ഇവിടെ നോക്കിയേ, ബേസ് എല്ലാം സെയിം ആണ് അല്ലേ, ബേസ് സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നു, ബേസ് അത് തന്നെ എടുക്കുന്നു. ഇവിടെ ബേസ് 2 ആയതുകൊണ്ട് നമ്മൾ ബേസ് 2 ആയിട്ട് തന്നെ എടുക്കുന്നു. ഇനി നോക്കിയേ, ഇവിടെ ഗുണനമാണെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോണം, ഗുണനമാണെങ്കിൽ തന്നിരിക്കുന്ന ക്രിയ ഗുണനമാണെങ്കിൽ പവേഴ്സ് തമ്മിൽ കൂട്ടുക, 5ഉം 9ഉം കൂടെ കൂട്ടുക. എന്താ പറഞ്ഞത്, തന്നിരിക്കുന്ന ക്രിയ മൾട്ടിപ്പിൾ ആണെങ്കിൽ, തന്നിരിക്കുന്ന ക്രിയ ഗുണനമാണെങ്കിൽ പവേഴ്സ് തമ്മിൽ കൂട്ടുക. എപ്പോൾ ബേസ് സെയിം ആണെങ്കിൽ ഇല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n. ഇവിടെ നോക്കിയേ, 2⁵ ഇൻറ്റു 2�9 ബേസ് സെയിം ആണ് 2, അതുകൊണ്ട് നമ്മൾ 2 എന്ന് എഴുതി. ഇവിടെ ഗുണനമാണ് ക്രിയയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പവേഴ്സ് തമ്മിൽ കൂട്ടി എഴുതണം. 5+9 2⁻14 എന്ന് കിട്ടി. 2⁻14 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3⁻³ ഇൻറ്റു 3⁻9 അല്ലേ. ഇവിടെ നോക്കിയേ, ബേസ് സെയിം ആണെങ്കിൽ അതേ ബേസ് എഴുതി. ഗുണനമാണെങ്കിൽ എന്ത് ചെയ്യണം, പവേഴ്സ് തമ്മിൽ കൂട്ടണം. -3+9 3⁻6 എന്ന് കിട്ടും. 3⁻6 ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കിയേ. 7⁻3 ഇൻറ്റു 7⁻8 ഇൻറ്റു 7⁻8 ഇതേ നോക്കിയേ, ബേസ് സെയിം ആണ് അല്ലേ. ബേസ് സെയിം ആണെങ്കിൽ സെയിം ബേസ് എഴുതി. ഇൻറ്റു ആണ് തരുന്നതെങ്കിൽ പവേഴ്സ് തമ്മിൽ കൂട്ടി എഴുതണം. 8+3 11 7⁻11. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? മോഡൽ 15 പറഞ്ഞ് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത മോഡൽ നോക്കിക്കോ. മോഡൽ 16 നോക്കാം. ഇതേ നോക്കിയേ, 4ൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 4⁻7. ഓക്കെ, ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട്, ഈ മോഡൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇതേ നോക്കിയേ, 7⁻4 നോക്കിയേ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ പവർ മൈനസായിട്ട് വരികയാണെങ്കിൽ ആ മൈനസ് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം, 1/7⁴ എന്ന് എഴുതാം. അപ്പോൾ 7⁻⁻4 എങ്ങനെ എഴുതാം, 1/7⁴ എന്ന് എഴുതാം. 8⁻³ എങ്ങനെ എഴുതാം, നമുക്ക് 1/8ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. മനസ്സിലായോ? 23⁻² എങ്ങനെ എഴുതാം, 1/23⁻² എന്ന് എഴുതാം. അപ്പോൾ മൈനസ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിലല്ലേ ഇത് കിടക്കുന്നത്, ഇത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഒരു സംഖ്യയാണ് അല്ലേ. ന്യൂമറേറ്ററിൽ കിടക്കുന്ന സംഖ്യ മൈനസ് മാറ്റാൻ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഇതേ നേരെ തിരിച്ചു നോക്കിയേ. ഇവിടെ നോക്കിയേ, 1/4⁻7 എന്നാണ് കിടക്കുന്നത്. 1/4⁻7 എന്നാണ് കിടക്കുന്നത്. 4⁻7 എവിടെ, ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഡിനോമിനേറ്ററിലാണ് മൈനസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് മാറ്റാൻ ഇതിനെ അങ്ങ് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതായത് 4⁻7 എന്ന് എഴുതാം.
കണ്ടോ, മനസ്സിലായോ പറഞ്ഞത്? അപ്പം മൈനസ് കിടക്കുന്ന ന്യൂമറേറ്ററിലാണെങ്കിൽ ഏത് സംഖ്യയുടെ അടിയിലും ആരുണ്ട്? 1 ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇതെല്ലാം എന്തിലാണ്? ന്യൂമറേറ്ററിൽ കിടക്കുന്ന സംഖ്യകളാണ് അല്ലേ? അങ്ങനെ മൈനസ് കിടക്കുന്ന ന്യൂമറേറ്ററിലാണെങ്കിൽ അതിൻ്റെ മൈനസ് കളയാൻ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. ഇനി മൈനസ് കിടക്കുന്ന ഡിനോമിനേറ്ററിലാണെങ്കിൽ മൈനസ് മാറ്റാനായിട്ട് എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുക. ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയർ ആണോ? ഇതിനെ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതാം. a raised to minus m equal to 1 by a raised to m 1 by a raised to m 1 by a raised to m. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതേപോലെ നമുക്ക് പറയാം 1 by a raised to minus n equal to 1 by a raised to minus n. ഇവിടെ നോക്കിയേ, a raised to minus m എവിടെ കിടക്കുന്നത്? ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. അതിൻ്റെ മൈനസ് മാറ്റാൻ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇവിടെയാണെങ്കിലോ, ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന a raised to minus n ഇതിൻ്റെ മൈനസ് മാറ്റം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരിക. a raised to n എന്ന് കിട്ടും, a raised to n എന്ന് കിട്ടും, a raised to n എന്ന് കിട്ടും. ക്ലിയർ ആണോ? മൈനസ് മാറി കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഇത് നോക്കിയേ എങ്ങനെ ചെയ്യാം നമുക്കത്. ക്വസ്റ്റ്യൻ നോക്കിയേ, 4 ക്യൂബ് അല്ലേ? 4 ക്യൂബ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 4 raised to minus 7 പവേഴ്സിന് മൈനസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെ കിടക്കുന്നത്? ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ആ മൈനസ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരിക. ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? 4 raised to 7 എന്നായി. 4 raised to 7 എന്നായി. ഓക്കെ ആണോ? 4 raised to 3 into 4 raised to 7 എന്നായി. ക്വസ്റ്റ്യൻ എങ്ങോട്ട് വന്നു? a raised to m into a raised to n-ലേക്ക് വന്നു. a raised to m into a raised to n-ലേക്ക് വന്നു. നോക്കിയേ, രണ്ടിടത്തും ബേസ് സെയിം ആണ്. അതേ ബേസ് എഴുതി. ഇവിടെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പവേഴ്സ് തമ്മിൽ കൂട്ടി എഴുതുക. 3 + 7 10 എന്ന് കിട്ടും അല്ലേ? 4 raised to 10 4 raised to 10 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത ഇക്വേഷൻ പഠിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അടുത്ത പഠിച്ചോ. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാനല്ലേ തന്നേക്കുന്നത്. നോക്കിയേ, 4ൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 raised to minus 7. 4ൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 4 raised to minus 7. ഇവിടെ നോക്കിയേ, ഇവിടെ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? പവേഴ്സ് തമ്മിൽ കൂട്ടി എഴുതണം. ഇൻറ്റു വന്നു കഴിഞ്ഞാൽ പവേഴ്സ് തമ്മിൽ കൂട്ടി എഴുതണം. ഇൻറ്റു വന്നു കഴിഞ്ഞാൽ പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടി എഴുതുക. നേരെ മറിച്ച് ഡിവിഷനാണ് വരുന്നതെങ്കിൽ പവേഴ്സ് തമ്മിൽ കുറച്ച് എഴുതുക. ഡിവിഷനാണ് വരുന്നതെങ്കിൽ പവേഴ്സ് തമ്മിൽ കുറച്ച് എഴുതുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം? 4 raised to 3 ഡിവൈഡഡ് ബൈ 4 raised to minus 7. 4 raised to 3 ഡിവൈഡഡ് ബൈ 4 raised to minus 7. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ബേസ് രണ്ടും സെയിം ആണ്. അതേ ബേസ് എഴുതി. ഇവിടെ ഗുണനമല്ല, ഹരണമാണ് തന്നിരിക്കുന്നത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് തന്നിരുന്നെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതും അല്ലേ? പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടി എഴുതും. പക്ഷേ ഇവിടെ എന്താ തന്നേക്കുന്നത്? ഡിവിഷനാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ പവേഴ്സ് തമ്മിൽ കുറച്ച് എഴുതും. നോക്കിയേ, 3 ഒന്നാമത്തതിൻ്റെ പവർ ഏതാ? 3 ആണ്. അടുത്ത ശ്രദ്ധിച്ചോണം. പവേഴ്സ് തമ്മിൽ കുറച്ച് എഴുതുമെന്നാണ് പറഞ്ഞല്ലേ? ആദ്യത്തെ പവറിൽ നിന്നും രണ്ടാമത്തെ പവർ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പവർ എഴുതി മൈനസ് ഇട്ടു. രണ്ടാമത്തെ പവർ ഏതാ? രണ്ടാമത്തെ പവർ -7. അത് വിട്ടുപോകരുത്. -7 അവിടെയും ഒരു മൈനസ് ഉണ്ടല്ലേ? -7 ഇങ്ങനെ എഴുതാവോള് തെറ്റിപ്പോകരുത്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൈനസും ഇത് 7ൻ്റെ മൈനസുമാണ്. ശ്രദ്ധിച്ചെഴുതിക്കോണം. നോക്കിയേ, ഈക്വൽ ടു 4 എഴുതി. 3 - -7 3 - -7. ഇവിടെ നോക്കിയാൽ 2 മൈനസ് അടുത്തടുത്തല്ലേ കിടക്കുന്നത്. അങ്ങനെ 2 മൈനസ് അടുത്തടുത്ത് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ഇൻറ്റു ഉണ്ട്, ഗുണനമാണ് എന്ന് വെച്ചാൽ 2 മൈനസ് ഇങ്ങനെ അടുത്ത് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയിൽ എന്തുവാ? ഗുണനമാണ് ക്രിയ. അതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. ആ മൈനസും കൂടെ നമ്മൾ എന്താക്കി? പ്ലസ് ആയി. 3 + 7 എന്നായി. 3 + 7 എത്ര കിട്ടും? 4 raised to 10 ഇങ്ങനെയും എഴുതാം. ഓക്കെ ആണോ? രണ്ട് രീതി പഠിച്ചല്ലോ. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിയേ, 2 raised to -6 ഡിവൈഡഡ് ബൈ 2 raised to -8. 2 raised to -6 ഡിവൈഡ് ബൈ 2 raised to -8. ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് രീതി നമുക്ക് ചെയ്തു പഠിക്കാം. നോക്കിയേ, 2 raised to -6 അല്ലേ? 2 raised to -6. ആ -6 മാറണമെങ്കിൽ എവിടെ പോകണം? ഡിനോമിനേറ്ററിൽ പോകണം അല്ലേ? 2 raised to -6 എവിടെ കിടക്കുന്നത്? ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. ഈ ഭാഗം ന്യൂമറേറ്ററും ഇത് ഡിനോമിനേറ്ററും. അപ്പോൾ 2 raised to -6 ന്യൂമറേറ്ററിൽ കിടക്കുന്നു. മൈനസ് മാറാൻ എവിടെ വരണം? ഡിനോമിനേറ്ററിൽ വരണം. 2 raised to 6 എന്നായി. അതേപോലെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2 raised to -8 മൈനസ് മാറാൻ വേണ്ടി എവിടെ വരണം? ന്യൂമറേറ്ററിൽ വരണം. 2 raised to 8 എന്നായി.
എന്നായി. ഇപ്പം ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ വീണ്ടും മാറ്റി എഴുതാം. 2⁸ ഡിവൈഡഡ് ബൈ 2⁶. ക്ലിയർ ആണോ പറഞ്ഞത്? ഇവിടെ നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്? ബേസ് രണ്ടും സെയിം ആയതുകൊണ്ട് അതേ ബേസ് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിവിഷനാണ് വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പവേഴ്സ് തമ്മിൽ കുറച്ച് എഴുതുക. 8ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. 2⁵2 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. 2⁻6 ഡിവൈഡ് ബൈ 2⁻8 അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം നമ്മൾ? ഈ ക്വസ്റ്റ്യനെ മാറ്റിയിരുന്നു. 2⁻6 ഡിവൈഡഡ് ബൈ 2⁻8. 2⁻6 ഡിവൈഡ് ബൈ 2⁻8. നോക്കുക, രണ്ടിടത്തും ബേസ് സെയിം ആയതുകൊണ്ട് അതേ ബേസ് ഇട്ടു. പവേഴ്സ് തമ്മിൽ കുറച്ച് എഴുതണം, കാരണം ഇവിടെ എന്താ? ഡിവിഷനാണ് വന്നേക്കുന്നത്. ഇനി കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം. ഇതാണ് ഇവിടുത്തെ ക്രിയ. മൈനസാണ് ഇവിടുത്തെ ക്രിയ. എത്രയാണ് കുറയ്ക്കേണ്ടത്? രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് -8 ആണല്ലേ? ആ -8 എഴുതണം. ഓക്കെ ആണോ? ഇനി മുമ്പേ നമ്മൾ പറഞ്ഞു, രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, -8. രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും അല്ലേ? 2⁻6 + 8 എന്നായി. 2⁻6 + 8 എന്നായി. ഇനി നോക്കിയേ, രണ്ടെണ്ണത്തിനും രണ്ട് ചിഹ്നമാണ് അല്ലേ? രണ്ട് നമ്പറിനും രണ്ട് ചിഹ്നം. 6ന് മൈനസും 8ന് പ്ലസും. അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടാൽ വലുതിൽ നിന്നും കണ്ടാൽ ചെറുത് കുറച്ച് കണ്ടാൽ വലുതിൻ്റെ ചിഹ്നം ഇടണം. ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? കണ്ടാൽ വലുതിൽ നിന്നും കണ്ടാൽ ചെറുത് കുറച്ച് കണ്ടാൽ വലുതിൻ്റെ ചിഹ്നം എഴുതണം. ഇവിടെ നോക്കിയേ, കണ്ടാൽ വലുത് ഏതാ? 8 ആണ് അല്ലേ? 8ൽ നിന്നും കണ്ടാൽ ചെറുത് കുറയ്ക്കണം. ചെറുത് ഏതാ? 6 ആണ്. 6 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 8 - 6 2 എന്ന് കിട്ടും അല്ലേ? 2 എന്ന് കിട്ടും. ഇനി വലുതിൻ്റെ ചിഹ്നം ഇടണം. വലുതിൻ്റെ ചിഹ്നം എത്രയാ? 8ൻ്റെ ചിഹ്നം പോസിറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ് എണ്ണം. ഇവിടെ പോസിറ്റീവ് വേണ്ട, 2⁻2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അടുത്ത മോഡൽ നോക്കാം. മോഡൽ 17. അപ്പം രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചത്, രണ്ട് മോഡലാണ് പഠിച്ചത്. എന്താ? a⁻m × a⁻n = a⁻m × a⁻m + n എന്ന് പഠിച്ചു അല്ലേ? അടുത്തത് a⁻m ഡിവൈഡ് ബൈ a⁻n = a⁻m - n എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ഡിവിഷനാണ് വരുന്നതെങ്കിൽ കുറയ്ക്കണം, ഇൻറ്റു ആണ് വരുന്നതെങ്കിൽ കൂട്ടണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അടുത്ത മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, 3⁻⁴ എങ്ങനെ എഴുതാം? 3⁻⁴ എങ്ങനെ എഴുതാം? ഇതായിരിക്കും ക്വസ്റ്റ്യൻ. 3⁻⁴ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതുന്നത്? ഇവിടെ പവേഴ്സിനകത്തിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യ ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. ഈ സംഖ്യ എവിടെ കിടക്കുന്നത്? ന്യൂമറേറ്ററിലാണ്. കാരണം ഏതൊരു സംഖ്യയുടെയും താഴെ ആരുണ്ട്? ഡിനോമിനേറ്ററായിട്ട് 1 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ സംഖ്യ കിടക്കുന്ന ന്യൂമറേറ്ററിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ മൈനസ് മാറ്റാൻ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. 3⁻⁴ എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ക്ലിയർ ആണോ? ഇവിടെ നോക്കിയേ, 3/5 the whole raised to -2. 3/5 the whole raised to -2. 3/5 the whole raised to -2. ഇത് കണ്ടോ? ഫ്രാക്ഷൻ്റെ മൈനസ് ആണ് തന്നേക്കുന്നത്. ഫ്രാക്ഷൻ്റെ മൈനസ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, 3⁻2 ഞാൻ ഇങ്ങനെ കൊടുത്തു. 3⁻2 കാരണം ഈ -2 എന്ന് പറയുന്നത് 3ക്കും ബാധകമാണ്, 5നും ബാധകമാണ്. അടുത്ത 5⁻2 എന്നും കൊടുത്തു. 5⁻2 എന്നും കൊടുത്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മൈനസ് മാറണമെങ്കിൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൽ കിടക്കുന്നതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. അന്നേരം ഞാൻ 3⁻2 എന്ന് എഴുതി. ഇനി ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിനെ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരിക. നോക്കിയേ, 5⁻2 എന്നായി. ഇവിടെ നോക്കി, ഇനി രണ്ടിടത്തും 2 ഉണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 5/3 എടുത്തിട്ട് 2 കോമൺ ആയിട്ട് കൊടുക്കുന്നു. കണ്ടോ? ഇവിടെ നോക്കിയേ, പ്രത്യേകത എന്താ? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. ഇതാ കിട്ടിയേ. എന്താ പ്രത്യേകത? 2 ഈ -2ൻ്റെ മൈനസ് മാറി അല്ലേ? എപ്പോഴാണ് മൈനസ് മാറിയത്? ഈ 3/5നെ തിരിച്ചിട്ടു 5/3 എന്ന് എഴുതിയപ്പോൾ നമ്മുടെ മൈനസ് മാറി. 3/5നെ തിരിച്ചിട്ടപ്പോൾ 5/3 എന്ന് എഴുതിയപ്പോൾ മൈനസ് മാറി. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 3/5 the whole raised to -2 എന്നുള്ള ക്വസ്റ്റ്യൻ, ഇതിൻ്റെ മൈനസ് മാറണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ അകത്ത് കിടക്കുന്ന ഫ്രാക്ഷനെ തിരിച്ചിടുക. 5/3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൈനസ് മാറി കിട്ടും എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ പറഞ്ഞത്?
അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ 2/7 ദ ഹോൾ റേസ് ടു -3 എന്തായിരിക്കും ആൻസർ? 7/2 ദ ഹോൾ റേസ് ടു 3 എന്നുള്ളതായിരിക്കും ആൻസർ. ക്ലിയർ ആണോ? ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്, പഠിച്ചു വെച്ചേക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത മോഡൽ 18 ദേ ഫയർമാൻ ഇപ്പോൾ ചോദിച്ചു തീർന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദേ നോക്കിയേ, എക്സ് പ്ലസ് 1/x = 2 എക്സ് പ്ലസ് 1/x = 2 ആയാൽ x² + 1/x² = എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് പ്ലസ് 1/x = 2 ആയാൽ എക്സ് പ്ലസ് 1/x = 2 ആയാൽ x² + 1/x² എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. x² + 1/x² എത്രയാണ്? ഇത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതേ നോക്കിക്കോ, ഇവിടുത്തെ ആൻസർ കണ്ടോ, 2 എന്ന് പറയുന്ന ആൻസർ. ആ 2 അതേപോലെ എഴുതുക. 2 അതേപോലെ എഴുതി. ക്ലിയർ ആണോ? 2 അതേപോലെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? ദേ ഇവിടെ സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്ക്വയർ എഴുതി. ആദ്യം എന്ത് ചെയ്തു? ദേ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ അതേപോലെ എടുത്ത് എഴുതി. ഇവിടെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ സ്ക്വയർ എന്ന് എഴുതി. ഇത്രയും കാര്യം മനസ്സിലായോ? ഇവിടെ ചിഹ്നം നോക്കൂ. ഇവിടെ പ്ലസ് ആണെങ്കിൽ, ഇവിടെ പ്ലസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക, മൈനസ് ഇടുക, ഒരു 2 കുറയ്ക്കുക, മൈനസ് ഇടുക, 2 കുറയ്ക്കുക, മൈനസ് ഇടുക, 2 കുറയ്ക്കുക. എന്താ പറഞ്ഞത്? ഒന്നും കൂടെ പറയാം. ദേ നോക്കിക്കോ, ഒന്നും കൂടെ പറയാം എന്തൊക്കെയാണ് ചെയ്തത്. ഇതേ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ അതേപോലെ എടുത്ത് എഴുതി 2. ഓക്കെ. ഇവിടെ സ്ക്വയർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ആ സ്ക്വയർ അങ്ങ് എഴുതി. ഓക്കെ. ഇവിടെ പ്ലസ് ആണ് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക, ഒരു 2 ഇടുക. ഇതാണ് നമ്മുടെ ആൻസർ. എത്ര കിട്ടും? 4 - 2 = 2. 4 - 2 = 2. ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത് നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ് പ്ലസ് 1/x = 3 ആയാൽ x² + 1/x² എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ദേ ഇവിടെ കിടക്കുന്ന നമ്പർ അതേപോലെ എടുത്തെഴുതുക, ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇവിടെ സ്ക്വയർ ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സ്ക്വയർ എഴുതി. സ്ക്വയർ കാണാൻ പറഞ്ഞു, നമ്മൾ എന്ത് എഴുതി? സ്ക്വയർ എഴുതി. ഓക്കെ ആണോ? ദേ ഇവിടെ പ്ലസ് ആണ് തന്നിരിക്കുന്നത്, പ്ലസിൻ്റെ ഓപ്പോസിറ്റായ മൈനസ് ഇടുന്നു. പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുന്നു, ഒരു 2 കുറയ്ക്കുന്നു അല്ലേ? 9 - 2 7 എന്ന് കിട്ടി. സിമ്പിളാണോ പറഞ്ഞത്? സിമ്പിളായോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. അതെ, അടുത്ത മോഡൽ നോക്കിക്കോ. ഇത് ക്ലിയർ ആണെങ്കിൽ അടുത്ത മോഡൽ നോക്കിക്കോ. മോഡൽ 19ാമത്തെ മോഡൽ നോക്കിക്കോ. ദേ x - 1/x = 2 ആയാൽ x² + 1/x² എത്രയാണ്? x² + 1/x² എത്രയാണ്? ദേ കഴിഞ്ഞത് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ദേ ഇവിടുത്തെ നമ്പർ അതേപോലെ എടുത്ത് എഴുതി 2 അല്ലേ? ഇവിടെ സ്ക്വയർ കാണാൻ പറഞ്ഞേക്കുന്നുണ്ട്, സ്ക്വയർ എഴുതി. ഓക്കെ ആണോ? ഇവിടെ മൈനസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പുറത്ത് പ്ലസ് തന്നപ്പോൾ നമ്മൾ മൈനസ് എഴുതിയെങ്കിൽ ഇവിടെ മൈനസ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് എഴുതുക. മൈനസ് തരുമ്പോൾ എന്ത് ചെയ്യുക? പ്ലസ് എഴുതുക, 2 കൂട്ടുക. ഓക്കെ ആണോ? അപ്പം 4 + 2 6. ഈ കണക്കായിരുന്നു ഈ വർഷത്തെ ഫയർമാനകത്ത് ചോദിച്ചിരുന്ന ഇന്നലത്തെ 12/7/2025 ഫയർമാന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ദേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. x - 1/x = 4 ആയാൽ x² + 1/x² = എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ ആണോ? ഇത് എങ്ങനെ ചെയ്യുന്നത്? ഇവിടുത്തെ ആൻസർ എത്രയാണോ അത് എടുത്ത് എഴുതി. ഇവിടെ സ്ക്വയർ ആണ് കാണാൻ പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ സ്ക്വയർ എഴുതി. ഇവിടെ മൈനസ് ആണ് വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ എന്താക്കി? പ്ലസ് ആക്കി, 2 എഴുതി. ഓക്കെ. 4ൻ്റെ സ്ക്വയർ 16 + 2 18. ക്ലിയർ ആയോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? അടുത്ത മോഡൽ നോക്കാം. ചെയ്ത് തീർന്ന മോഡൽ തന്നെയാണ്, എന്നാലും നോക്കാം. നോക്കിക്കേ, എക്സ് പ്ലസ് 20ാമത്തെ മോഡലാണ്. എക്സ് പ്ലസ് 1/x = 2. എക്സ് പ്ലസ് 1/x = 2. അങ്ങനെയാണെങ്കിൽ x³ + 1/x³ എത്ര? x³ + 1/x³ എത്ര? നേരത്തെ നമ്മൾ എത്ര ചെയ്തുകൊണ്ടിരുന്നത്? x² + 1/x² ആണ് ചോദിച്ചത്. ഇവിടെ x³ ആണ് ചെയ്തത്. യാതൊരു മാറ്റവും ഇല്ല. നോക്കിയേ, ഇവിടുത്തെ സംഖ്യ അതേപോലെ എടുത്തെഴുതുന്നു, ഇവിടുത്തെ സംഖ്യ അതേപോലെ എടുത്തെഴുതി.
ഓക്കെ, ഇത് ഇവിടെ ക്യൂബാണ് കാണാൻ ചോദിക്കുന്നത് അല്ലേ? ക്യൂബ് കാണാൻ ചോദിച്ചാൽ ആ ക്യൂബ് തന്നെ എഴുതണം. നേരത്തെ സ്ക്വയർ കാണാൻ ചോദിച്ചു, ആ സ്ക്വയർ എഴുതി. ഇവിടെ ക്യൂബ് കാണാൻ ചോദിക്കുന്നു, ക്യൂബ് എഴുതി. ഓക്കെ, ഇവിടെ പ്ലസ് വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് എഴുതി. പ്ലസ് വന്നേക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു? മൈനസ് എഴുതി. ഇനിയാണ് ചെയ്യേണ്ട സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ക്വസ്റ്റ്യനകത്തിലൊക്കെ സ്ക്വയർ കാണാൻ തന്നുകൊണ്ട് നമ്മൾ 2 അങ്ങ് എഴുതി അല്ലേ? 2 അവസാനം 2 എന്ന് എഴുതി അല്ലേ? ഇവിടെ ക്യൂബാണ് കാണാൻ തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യൂബ് ഉണ്ടല്ലോ 3 എന്ന് പറയുന്ന നമ്പർ, ആ 3യെ ഈ 2 കൊണ്ടൊന്ന് ഗുണിച്ചെഴുതണം. 3യെ 2 കൊണ്ട് ഗുണിച്ചെഴുതുക. 3യെ 2 കൊണ്ട് ഗുണിച്ചെഴുതുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ 3 എവിടെ ക്യൂബാണ്, ആ ക്യൂബിനെ 2 കൊണ്ട് ഗുണിച്ചെഴുതുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? എത്ര കിട്ടും? 2ൻ്റെ ക്യൂബ് 8, 2 3 6 അല്ലേ? ആൻസർ 2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ക്ലിയർ ആണോ? എന്താ ചെയ്തത്? ഒന്നും കൂടെ നമുക്ക് ആ സ്റ്റെപ്പ് എഴുതി നോക്കാം. ആദ്യമേ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ അതേപോലെ എഴുതി അല്ലേ? ഇവിടെ ക്യൂബ് കാണാൻ ചോദിച്ചേക്കുന്നുണ്ട്, ക്യൂബ് എന്ന് എഴുതി. ഇവിടെ പ്ലസ് ആണ് വന്നേക്കുന്നുണ്ട്, നമ്മൾ മൈനസ് എഴുതി. ഇനിയാണ് മാറ്റമുള്ളത്. ഇവിടെ ക്യൂബ് 3 അല്ലേ? ഇവിടുത്തെ സംഖ്യ 2. ഈ 3യും 2യും കൂടെ അങ്ങ് ഗുണിക്കുക. അത്രയേ ഉള്ളൂ. സംഭവം ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 3 ആയാൽ, എക്സ് ക്യൂബ് പ്ലസ് 1/x³ എത്രയാണ്? ദേ നോക്കിക്കോ, വ്യത്യാസമൊന്നുമില്ല. ഈ നമ്പർ അതേപോലെ എഴുതി. ഈ നമ്പർ അതേപോലെ എഴുതി. ഇവിടെ ക്യൂബ് കാണാൻ ചോദിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ ക്യൂബ് എഴുതി. ഇനി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് എന്ന് എഴുതി. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എന്തിട്ടേനെ? പ്ലസ് ഇട്ടേനെ. അപ്പോൾ അവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ടു. ക്ലിയർ ആണോ? ഇത്രയും കാര്യം ക്ലിയർ ആണ്. ഇനി എന്ത് ചെയ്യുക? ഈ 3യെ ഈ 3 കൊണ്ട് ഗുണിക്കുക. 3 × 3. ഓക്കെ ആണല്ലോ പറഞ്ഞത്? 3ൻ്റെ ക്യൂബ് 27 - 9. 27 - 9 എത്ര കിട്ടും? 18 എന്ന് കിട്ടും. 18. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പം നമ്മൾ മൊത്തത്തിൽ ഇന്ന് പഠിച്ച മൊത്തം ഒന്ന് എടുത്ത് നോക്കാം. നോക്കിയേ, a⁻m × a⁻n = a⁻m+n ആദ്യം പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു a⁻m / a⁻n = a⁻m-n എന്ന് പഠിച്ചു. m-n ഇവിടെ ഗുണനമാണെങ്കിൽ, ബേസ് ഈക്വൽ ആണെങ്കിൽ ഗുണനമാണെങ്കിൽ കൂട്ടുക, കൃതികൾ തമ്മിൽ കൂട്ടുക. ബേസ് ഈക്വലായ 2 കൃതികളാണെങ്കിൽ അത് തമ്മിലുള്ള ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പവേഴ്സ് തമ്മിൽ കുറയ്ക്കുക. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇനി അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ പഠിച്ചു. എന്താ? a⁻m = 1/a⁻m എന്ന് പറഞ്ഞു അല്ലേ? മൈനസ് കളയണമെങ്കിൽ ന്യൂമറേറ്ററിലാണെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് ഇടുക, ഡിനോമിനേറ്റർ ആണെങ്കിൽ എങ്ങോട്ട് പോവുക? ന്യൂമറേറ്ററിലേക്ക് പോവുക. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യം നമ്മൾ ആദ്യത്തെ 3 മോഡലിലായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു എക്സ് പ്ലസ് 1/x = a ആയാൽ, x² + 1/x² എത്രയാണെന്ന് ചോദിച്ചായിരുന്നു അല്ലേ? x² + 1/x² എത്രയാണെന്ന് ചോദിച്ചു അല്ലേ? എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഇവിടെ കിട്ടിയേക്കുന്ന ആൻസർ ആദ്യം എഴുതണം. ഇനി ഇവിടെ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ എഴുതുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? 2 കുറയ്ക്കുക. സ്ക്വയർ കാണാൻ ചോദിച്ചു കഴിഞ്ഞാലുള്ള ക്വസ്റ്റ്യനാണ്, ആൻസറാണ് പറഞ്ഞത്. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി ഇവിടെ പ്ലസ് അല്ല മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടെ പ്ലസ് ഇടുക. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ഇടുക. ഓക്കെ, ആ 2 മോഡൽ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു എക്സ് പ്ലസ് 1/x = a ആയാൽ, x³ + 1/x³ എത്രയാണെന്ന് ചോദിച്ചു. x³ + 1/x³ എത്രയാണെന്ന് പഠിച്ചു. എങ്ങനെയാണ് ചെയ്തത്? ഇതേ നമ്പർ എ എന്ന് പറയുന്ന നമ്പർ അതേപോലെ എഴുതി. ഇവിടെ ക്യൂബ് കാണാൻ ചോദിച്ചുകൊണ്ട് ക്യൂബ് എഴുതി. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? മൈനസ് എഴുതുക. ഇവിടെ മൈനസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ പ്ലസ് ഇടണം, പ്ലസ് ആണ് തരുന്നതെങ്കിൽ മൈനസ് ഇടണം. അത് രണ്ടുമേ ഉള്ള ഒരു വ്യത്യാസം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഉള്ള 3 × ഇവിടെ ഉള്ള എ ഗുണിക്കുക. 3 × a, 3a. ഇതാണ്, ഇത്രയും ഇക്വേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ വരുന്നവരെ ബൈ.